ഹായ് ഫ്രണ്ട്സ്, ഇതും എൻ്റെ ഒരു ഡെൻഡ്രോബി ഇനത്തിൽപ്പെട്ട ഓർക്കിഡാണ്. ഇത് നിറയെ പൂങ്കുലകളുണ്ട് ഈ ചെടിയിൽ. ഇത് ഒത്തിരി വലിയ ഒരു പ്ലാന്റാണ്. അത് നോക്കി, ഇത് ഹാങ് ചെയ്യാൻ പറ്റാത്തത്ര വലിപ്പമാണ്. ഞാൻ ഹാങ് ചെയ്യാനായിട്ടൊക്കെ എടുത്തു വെച്ചത്. അതിൻ്റെ സമയക്കുറവ് മൂലം ഞാൻ അത് വീണ്ടും മാറ്റി അത് ഹാങ് ചെയ്തു. ഇനി വലിയ ചട്ടിയിലോട്ട് ഇത് മാറ്റണം. ഇത് നിറയെ പൂങ്കുലകൾ ഇതിനകത്ത് ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പം 1 2 3 4 5 6 പൂങ്കുലകളുണ്ട് ഈ ചെടിയിൽ. നല്ല പിങ്കല്ല, ഒരു വയലറ്റ് ഷെയ്ഡും ഒരു ഉള്ളിലൊരു മഞ്ഞ കളറും വൈറ്റ് കളറും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ്. നിറയെ പൂക്കളുണ്ടാകും. ഇപ്പം മഴയായതുകൊണ്ട് കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ചെറിയ സ്പൈക്കും ഉണ്ട്, വലിയ സ്പൈക്കും ഉണ്ട്. ഇതിനോട് സാദൃശ്യമുള്ള വേറൊരു ചെടി എൻ്റെ കയ്യിലുണ്ട്, മോർണിംഗ് സൺ എന്ന് പറയുന്നത്. അത് പക്ഷേ വളരെ വലിയ ഫ്ലവറാണ്. ഇതുപോലെ മഞ്ഞയും വയലറ്റും പിങ്കും എല്ലാം കൂടെ കലർന്ന ഒരു കളറാണ്. നല്ല ഭംഗിയാണ് അതും കാണാൻ. അത് വലിയ ഫ്ലവറാണ്. സാധാരണ നോർമൽ ഡെൻഡ്രോബിയത്തിൻ്റെ അത്രയുള്ള ഫ്ലവറാണ്. ഇത് പക്ഷേ കുഞ്ഞു ഫ്ലവറാണ്. ഇതിങ്ങനെ തന്നെയാണ്. ആദ്യം വാങ്ങിച്ചപ്പോൾ മുതലേ ഈ ചെറിയ ഫ്ലവറാണ്, അല്ലാതെ വലിയ ഫ്ലവർ ചെറുതായി പോയതല്ല. വലിയ ഫ്ലവർ തന്നെ, ചെറിയ ഫ്ലവർ തന്നെയാണ്. നല്ല ഇത്രയും വലുതായിപ്പോയതുകൊണ്ടാണ് ഇതിൻ്റെ ഭംഗി ഇത്തിരി കുറവായിട്ട് തോന്നിയത്. പക്ഷേ നിറയെ പൂക്കളാണ്. ചെടി ഒത്തിരി അങ്ങ് വലുതായിപ്പോയി. ഞാൻ കുറേയൊക്കെ കമ്പൊക്കെ മുറിച്ചൊക്കെ കുത്തിയത് തൈ ഏതാണെന്നൊന്നും ഇപ്പം മനസ്സിലാകില്ല. എല്ലാം കൂടെ ഒന്നിച്ച് കമ്പൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട്. ഇത് നമ്മൾ ഈ ലീഫ് ഒഴിഞ്ഞ് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് പക്ഷേ നല്ല ഭംഗിയുള്ള, നല്ല രസമില്ലേ കൂട്ടുകാരെ ഈ ഡെൻഡ്രോബിയം ഫ്ലവർ കാണാൻ?